എല്ലാ വ്യക്തികൾക്കും ഏറ്റവും ഭയമുള്ള ഒരു സംഗതിയാണ് പോലീസിൻ്റെ അറസ്റ്റ്. അപ്പോൾ നിരപരാധിയാണെങ്കിൽ പോലും പോലീസ് അല്ലേ, ഏത് വ്യക്തിക്ക് ചുമ്മാ ഇരിക്കുന്ന ഒരാൾ, നമ്മൾ സാധാരണ മനുഷ്യന് ഭാഗ്യ അറസ്റ്റ് ചുമ്മാ തമാശയായിട്ട് കാണുന്ന എത്രയോ പേരുണ്ട്. വീട്ടിൽ വന്ന് പിടിച്ചുകൊണ്ട് പോയാൽ ജയിലിൽ കിടക്കേണ്ടി വരത്തില്ലേ? അതൊക്കെ ഏതോ ഒരു സിനിമയിലില്ലേ, എടി എൻ്റെ ആ ഷർട്ടിങ് എടുത്ത് ഞാനൊന്ന് സാറിൻ്റെ കൂടെ പോയിട്ട് വരാം, വൈകുന്നേരം വരുമ്പോൾ മുട്ടയും കൂടെ മേടിച്ചുകൊണ്ട് വരണമെന്ന് ഭാര്യ. വൈകുന്നേരം വിടാണ്ടോ നിന്നെ എന്ന് പോലീസുകാരൻ. കാരണം സ്ഥിരം ഈ അറസ്റ്റ് ഒക്കെ കൊണ്ടുപോകില്ല, അങ്ങനെയുള്ള ധാരാളം പേരുണ്ട്. അങ്ങനെയൊന്നും അല്ല ചേട്ടാ, ഹാബിച്വൽ ക്രിമിനൽസ് എത്ര പേരുണ്ട് ഉണ്ടാവും, അങ്ങനെയുള്ളവരുണ്ടാവും. പക്ഷേ നമുക്ക് ഒരാളൊരു കള്ളക്കേസ് കൊടുക്കുന്നു, നമ്മൾ പോലും അറിയുന്നില്ല. അങ്ങനെ സംഭവിക്കും, ഒരാൾ നമുക്കെതിരെ കേസ് കൊടുക്കുന്നു, നമ്മൾ അറിയുന്നില്ല, പോലീസ് വണ്ടിയായിട്ട് വരുന്നു, നമ്മളെ പിടിച്ചുകൊണ്ട് പോകുന്നു, നമുക്കുണ്ടാകുന്ന ഒരു പരിഭ്രമം, ഭയം, നാണക്കേട്, അതൊരു വലിയ മനസ്സിലാക്കുന്നില്ല. അങ്ങനെ അല്ലാത്തവരും ഉണ്ട്, ഉണ്ടാവാം. വളരെ പിന്നെ ഒരു വിനോദമായിട്ട് ജയിലിൽ പോയി വരുന്നവർ രണ്ടാം വീട്ടിൽ പോകുന്ന പോലെ ഉണ്ടാവാം. അത് ഇപ്പോൾ അറസ്റ്റ് എന്ന് പറഞ്ഞാൽ അറസ്റ്റ് നമ്മുടെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കുന്നു, നാണക്കേട്, പോലീസിൻ്റെ ടോർച്ചറിങ്, ഇതൊക്കെ എല്ലാവർക്കും പേടിയാണ്. ഇപ്പോൾ പോലീസാണെങ്കിൽ ഇത് വല്ലാതെ ആളുകളെ അറസ്റ്റ് ചെയ്ത് പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് അവസാനിക്കാൻ പോകുകയാണെന്ന് തോന്നുന്നു. കാരണം സുപ്രീം കോടതി ഡിവിഷൻ ബെഞ്ച് ജസ്റ്റിസുമാരായ അഭയ സോഖയും NK സിംഗും കൂടിയുള്ള ബെഞ്ച് ഇന്നലെ പറഞ്ഞിരിക്കുന്നു, അറസ്റ്റ് ചെയ്യും മുമ്പ് എന്തിനാണ് അറസ്റ്റ് ചെയ്തതെന്ന് ഈ അറസ്റ്റിന് വിധേയനാകുന്ന ആളെ അറിയിക്കണം. അയാളെ മാത്രം അറിയിച്ചാൽ പോരാ, അയാൾ പറയുന്ന സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും അറിയിക്കണം. അറിയിക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ അറിയിച്ചു എന്ന് പറഞ്ഞാൽ പോരാ, അറിയിച്ചു എന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം പോലീസിനാണ്. അപ്പോൾ റൈറ്റിംഗ് തന്നെ കൊടുക്കണം. ഇനി അങ്ങനെ കൊടുത്തില്ലെങ്കിൽ അത് ഭരണഘടനയുടെ മൗലിക അവകാശങ്ങൾ 22(1) ലംഘനമൊക്കെ ചെയ്ത് വരുമ്പോഴത്തേക്ക് ഇയാൾ ദുബായിലേക്ക് കടക്കും. അറസ്റ്റിൻ്റെ കാരണങ്ങളൊക്കെ എഴുതി അത് അയാൾ പറയുന്നു. ഇട്ടിക്കണ്ടപ്പൻ എന്ന് പറഞ്ഞ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, പത്തനംതിട്ടയിലാണ് വീട്, അയാളെ അറിയിക്കണം. പോലീസുകാരൻ കാർബൺ കോപ്പിയൊക്കെ ആയിട്ട് പത്തനംതിട്ടയിൽ പോയി ഇയാളെ കണ്ടുപിടിച്ച്, അപ്പോൾ അയാൾ അവിടെ ഇല്ല, അയാൾ വയനാട്ടിൽ പോയിരിക്കുക, 4 ദിവസം കഴിഞ്ഞേ വരുള്ളൂ, 4 ദിവസം ഇങ്ങനെ അവിടെ താമസിക്കണം. എന്നിട്ട് അയാൾ വന്നു കഴിയുമ്പോൾ ചേട്ടാ ഇങ്ങനെയാണ്, ഇത് പോരല്ലോ എന്നൊക്കെ പറയുന്നു. അങ്ങനെയല്ല, ഒപ്പിട്ട് തരണം, മറ്റേ പുള്ളിയെ അറസ്റ്റ് ചെയ്യാനുള്ളതാണ്. ഇതൊക്കെ നടക്കുന്ന കേസാണ്. എന്തായി പറയുന്നത്? അങ്ങനെയല്ല. ഇപ്പോൾ പോലീസ് ഒരാളെ എന്നെ അറസ്റ്റ് ചെയ്യാൻ വരുന്നു, പോലീസിന് അറിയാം എന്താണ് മതിയായ കാരണമെന്ന്, അതവർ റെഡിയാക്കി കൊണ്ടുവരുന്നു. എനിക്കൊരു കോപ്പി അറസ്റ്റ് ചെയ്യുമ്പോൾ കൂടെ തരുന്നു. എല്ലാ പോലീസിലും റൈറ്റർമാരുണ്ട്, കമ്പ്യൂട്ടറുണ്ട്, ഒരു പ്രിൻ്റ് ഔട്ട് എടുത്തുകൊണ്ട് വരാം. എന്നിട്ട് തൊട്ടടുത്ത അയാൾ പറയുകയാണ് എൻ്റെ ഭാര്യ തിരുവനന്തപുരത്താണ്, അവിടെ അറിയിക്കണം. വാട്സാപ്പിൽ അതിൻ്റെ ഒരു കോപ്പി അയക്കാം. ഇതിന് പത്തനംതിട്ടയിലൊന്നും പോകണ്ട. അല്ലെങ്കിൽ തൊട്ടടുത്ത് എൻ്റെ പഞ്ചായത്ത് പ്രസിഡൻ്റ് ഒന്ന് അറിയിക്കണം. പഞ്ചായത്ത് പ്രസിഡൻറ്റിനെ വിളിക്കുന്നു. എറണാകുളം MG റോഡിൽ ഒരുത്തൻ വെട്ടുകത്തി എടുത്തിട്ട് വേറൊരുത്തൻ്റെ നേർക്ക് വീശുന്നു, അവൻ ഒഴിഞ്ഞു മാറുന്നു, ഇവൻ പിന്നെയും വീശുന്നു. പോലീസുകാർ തൊട്ടടുത്തുണ്ട്. ഇവനെ വട്ടം പിടിച്ച് സ്റ്റേഷനിലേക്ക് പോക്കിക്കൊണ്ട് പോകണോ അതോ ഈ പറഞ്ഞ കടലാസ് തയ്യാറാക്കണോ? അത് അവനെ പിടിച്ചോണ്ട് പോകണം. പിടിച്ചോണ്ട് പോകണ്ടേ? തീർച്ചയായിട്ടും പോകുക എന്ന് പറയുന്നതാണ് അറസ്റ്റ്. അതുപോലെയല്ലല്ലോ ചേട്ടാ. അല്ല, അതുപോലെ അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനും കൂടെ സുപ്രീം കോടതി സമാധാനം പറയണം. ഇമാജിൻ ദ സിറ്റുവേഷൻ, എ ലേഡി ഈസ് ഗോയിങ് ടു ബി അറ്റാക്ഡ്. ആ സ്ത്രീയെ ഒരുത്തൻ പകല് ഒരുത്തന് ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു. ആ സ്ത്രീ ഒഴിഞ്ഞു മാറുന്നു, നിലവിളിക്കുന്നു, ഓടുന്നു, ഇവൻ പിന്നാലെ ഓടുന്നു. പോലീസുകാരനെ എന്ത് ചെയ്യണം? കാർബൺ പേപ്പർ വെച്ച് ഇത് എഴുതണം, ഇവനെ അറസ്റ്റ് ചെയ്യാനുള്ള കാരണങ്ങൾ. സ്പെഷ്യൽ കേസ് എവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നു സുപ്രീം കോടതി? അങ്ങനെ പറഞ്ഞിട്ടില്ല. യു കനോട്ട് ഇഷ്യൂ ഇറസ്പോൺസിബിൾ ഓർഡേഴ്സ് ലൈക്ക് ദിസ്. I have not seen thing based on paper report. Times of India report ആണ് based on paper report. I say this is the most irresponsible judgment. If it is a judgment, it may be an interim order, I don't know. പക്ഷേ എന്നാലും അങ്ങനെ കാണാമോ? ഇതിന് നമ്മൾ എങ്ങനെ പൗരാവകാശങ്ങളുടെ ഇനി പോലീസുകാർ ചെയ്യുന്ന ഞാൻ പറയട്ടെ, എവരി അറസ്റ്റ് ഈസ് നോട്ട് ആൻ അറസ്റ്റ്. ഇപ്പം ഞാനീ പറഞ്ഞ സിറ്റുവേഷനിൽ ഒരുത്തനെ പിടിച്ചുകൊണ്ട് പോകുന്നത്, അറസ്റ്റ് എന്ന് പറയുന്നത് അറസ്റ്റ് രേഖപ്പെടുത്തുമ്പോഴാണ് അറസ്റ്റ് ആവുന്നത്. അത് ശ്രദ്ധിച്ചിട്ടില്ലേ? ഒരുപാട് പേരെ പൊക്കിക്കൊണ്ട് പോകും പോലീസ്, അറസ്റ്റ് രേഖപ്പെടുത്തില്ല. രേഖപ്പെടുത്തുമ്പോഴേ അറസ്റ്റ് ആവുന്നത്. രേഖപ്പെടുത്തുന്നത് വരെ ഇവനെ കസ്റ്റഡിയിൽ വെച്ച് ഇവൻ്റെ എല്ലിൻ്റെ എണ്ണം ഇരട്ടിയാക്കാൻ പോലീസിനറിയാം. ദിസ് ഈസ് ദ തിങ് വിച്ച് ഈസ് ഗോയിങ് ഓൺ. സുനിലെ, ആൻ്റണി ഒരിക്കൽ പറഞ്ഞിരുന്നു, ഒരു രാഷ്ട്രീയക്കാരൻ്റെ കൂട്ടില്ലാതെ എന്ന് കേരളത്തിലെ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതിക്കാരന് പോകാൻ പറ്റുമോ അന്ന് കേരള പോലീസ് നന്നായി എന്ന് ഞാൻ പറയും. വർഷങ്ങൾക്ക് മുമ്പ് ആൻ്റണി മുഖ്യമന്ത്രിയായിരുന്നു പറഞ്ഞതാണ്. ഇതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ. പോലീസ് ക്യാൻ ഡു എനിത്തിങ് വിത്ത് യു. ഈ സാധനം DK ബസു ജഡ്ജ്മെൻ്റ് ഉണ്ടല്ലോ, എന്താ കാര്യം എന്തായി?
വല്ലതും നടന്നോ? കുറച്ചൊക്കെ മാറ്റം വന്നു. വളരെ ചുരുക്കം മാറ്റം. അറസ്റ്റ് ചെയ്താൽ ഇപ്പോൾ ഈ ജഡ്ജ്മെൻറ്റ് ഈസ് പെർസീവ്ഡ് ടു ബി ഇൻ ഫേവർ ഓഫ് ദ ഗിൽറ്റ്. ഇതാണ് ഇത്തരം ജഡ്ജ്മെൻറ്റുകളുടെ പ്രശ്നം. പോലീസിന് പോകുന്നൊരു മെസ്സേജ്, പൊതുജനങ്ങൾ പോകുന്നൊരു മെസ്സേജ്, ഇനിയിപ്പോൾ കുറ്റവാളിയെ അറസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്പം പാടാണ്. സുപ്രീം കോടതി ഇത് ചെയ്തത് എനിക്കറിയാം. കഴിഞ്ഞ മാസം, ഒരു മാസം ആയില്ല, ഇയാൾ ഒരു മൗലവി ഒരു ബുദ്ധിസ്ഥിരതയില്ലാത്ത പെൺകുട്ടിയെ മദ്രസയിലോ മറ്റോ കൊണ്ടുപോയി താമസിപ്പിക്കുന്നു. അതിനെ മതം മാറ്റാൻ ശ്രമിക്കുന്നു. അത് കേസായിട്ട് മാറുന്നു. ഉത്തർപ്രദേശിലാണെന്ന് എനിക്ക് തോന്നുന്നു. മതം മാറ്റം വലിയൊരു ശിക്ഷയും പ്രശ്നമൊക്കെ ആയിട്ട് നിരോധിച്ചിരിക്കുകയാണല്ലോ. ഇയാൾ ജാമ്യത്തിനായിട്ട് ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതി നിഷേധിച്ചു. സുപ്രീം കോടതിയിൽ വന്നു. സുപ്രീം കോടതി അങ്ങ് പൊട്ടിത്തെറിച്ചു. ഇതെന്താ ഇത്ര വലിയ കാര്യം? ഇയാൾക്ക് ജാമ്യം കൊടുക്കാതിരിക്കാൻ എന്താ കാര്യം? അതിലാണ് സുപ്രീം കോടതി പറഞ്ഞത്, ഈ ലോവർ കോർട്ടും ഹൈക്കോർട്ടും അനാവശ്യമായ കൺസേൺ കാണിച്ചിട്ട് ഒരു മനുഷ്യന് ജാമ്യം കൊടുക്കുന്നില്ല. അതോടെ സുപ്രീം കോടതിയിൽ ജാമ്യാപേക്ഷ കൊണ്ട് ഞങ്ങൾക്ക് ഇരിക്കപ്പുറതിയില്ല. ഞങ്ങളുടെ പെൻഡൻസി 75,000 കേസസാണ്. ഞങ്ങളുടെ സകല ബെഞ്ചിലും ജാമ്യാപേക്ഷകൾ വന്ന് നിറയുന്നു. ഞങ്ങൾ എന്തു ചെയ്യും? നിങ്ങൾക്ക് ഇവർക്ക് ജാമ്യം കൊടുത്താൽ എന്താ? ഈസ് ഇറ്റ് എ സീരിയസ് ഒഫൻസ്? ആണ്. മതപരിവർത്തനം സീരിയസ് ഒഫൻസാണ്. ആർക്ക്? യോഗിക്ക്. സുപ്രീം കോടതി ജഡ്ജിമാർക്ക് മതപരിവർത്തനം വലിയൊരു പ്രശ്നമല്ല. ആ ജഡ്ജിമെൻറ്റിൽ അങ്ങനെ എഴുതിയിട്ടുണ്ട് അവർ. ഇഫ് ഇറ്റ് വാസ് എ മർഡർ ഓർ സംതിങ് വെരി സീരിയസ് ഒഫൻസ്, then we would not have been making this comment. But the said offense is of a minor nature. ബുദ്ധിയില്ലാത്ത ഒരു കൊച്ചിനെ മതം മാറ്റാൻ ശ്രമിച്ചു. മൗലവി പറയുന്നത് ഞാനതിന് ചോറ് കൊടുത്ത് കൂടെ താമസിപ്പിച്ചു, അനാഥമായിട്ട് നടക്കുകയായിരുന്നു. ഇതൊക്കെയാണ് അങ്ങേരുടെ വാദം. എന്ത് വാങ്ങിക്കോട്ടെ, ഇത് സീരിയസ് അല്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞു. ഇപ്പോൾ സുപ്രീം കോടതിയുടെ സീരിയസ്നെസ് വേറൊരു തലത്തിലാണ്, ഹൈക്കോടതിയുടെയും ലോവർ കോർട്ടിൻ്റെയും വേറൊരു തരത്തിലാണ്. ഈ ജഡ്ജ്മെൻറ്റ് കേരള ഹൈക്കോടതി കോട്ട് ചെയ്തിട്ടാണ് നമ്മളുടെ ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം കൊടുത്തത്. പിന്നെ ഒരാൾക്ക് കൂടെ കൊടുത്തു, കേസ് ചെയ്യാൻ പറഞ്ഞു. രണ്ടും കൊടുത്തത് ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണനാണ്. 2 ജഡ്ജ്മെൻറ്റിലും ഈ പറഞ്ഞ സുപ്രീം കോടതിയുടെ ഈ കമൻറ്റ് ചേർത്തിട്ടുണ്ട്. ഒരു നിവൃത്തിയുണ്ടെങ്കിൽ ജാമ്യം കൊടുക്കണം. ഇപ്പോൾ ഒരു നിവൃത്തിയുണ്ടെങ്കിൽ അറസ്റ്റും കൂടെ ചെയ്യരുത്. കാരണം ഇത് ലോവർ കോർട്ടിനുള്ളൊരു മെസ്സേജാണ്. ഈ പ്രൊസീജിയർ എന്തെങ്കിലും തെറ്റിച്ചു കഴിഞ്ഞാൽ തെറ്റിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ ജാമ്യം കൊടുക്കാം. അപ്പോൾ എങ്ങനെ ജാമ്യം കൊടുക്കാം എന്ന് ലോവർ കോടതി നോക്കിക്കൊണ്ടിരിക്കും. അതോടെ സുപ്രീം കോടതിയുടെ പെൻഡൻസി കുറയും. അവരുടെ മുമ്പിൽ വരുന്ന കേസ് കുറയും. ആരെങ്കിലും എവിടെയെങ്കിലും കിടന്ന് തൊലയട്ടെ, ഞങ്ങളുടെ മുമ്പിൽ ഇത് വന്ന് ഞങ്ങൾക്ക് തലവേദനയാവരുത്. വി ഡോണ്ട് വാണ്ട് ടു ഗോ ഇൻ ടു ദാറ്റ്. ഞാൻ പറയുന്നത് ബെറ്റർ തിങ്, ഈ ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിങ്ങൾക്കൊരു ജാമ്യാപേക്ഷമായിട്ട് ഹൈക്കോടതിക്കപ്പുറം പോകാൻ പറ്റില്ല. ഒരു കേസും ഹൈക്കോടതിക്കപ്പുറം പോകില്ല. സുപ്രീം കോടതി ഇരിക്കുന്നത് സംസ്ഥാനങ്ങൾ, അന്ന് പ്രോവിൻസാണ്, പ്രോവിൻസ് ടു പ്രോവിൻസ് കേസുണ്ടോ അത് സുപ്രീം കോടതി. അല്ലെങ്കിൽ അടിസ്ഥാനപരമായ കോൺസ്റ്റിറ്റ്യൂഷണൽ ഇഷ്യൂ ഉണ്ടോ, യു ക്യാൻ ഗോ ടു സുപ്രീം കോർട്ട്. അന്ന് പ്രിവി കൗൺസിലാണ്. ഇങ്ങനെ നിങ്ങൾക്ക് പോകാൻ പറ്റുള്ളൂ. ഒരു ബേസിക് ഫണ്ടമെൻ്റൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ഇഷ്യൂ ഇന്നോളാണ്. അല്ലാതെ വെറുതെ ഒരു വെല്ലുവിളി കേസുമായിട്ട് ഇപ്പം അങ്ങനെയല്ല. എല്ലാ കേസും സുപ്രീം കോടതി തന്നെ സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ എന്ന് പറഞ്ഞൊരു റൂട്ട് ഉണ്ടാക്കി. പണ്ട് നമ്മൾ സുപ്രീം കോടതി പോകണമെങ്കിൽ ഹൈക്കോടതിയുടെ പെർമിഷൻ വേണം. ഇപ്പോൾ ആ പെർമിഷൻ വേണ്ട. SLP ആ ഹൈക്കോടതിയുടെ മോഡിൽ കൂടെ പറന്നിട്ട് സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ കൊടുക്കുക, ലീവ് ഗ്രാൻറ്റഡ് എന്ന് പറഞ്ഞിട്ട് കേസ് സുപ്രീം കോടതി എടുക്കുക. ഏത് വെല്ലുവിളി കേസും സുപ്രീം കോടതി എടുക്കുന്ന സ്ഥിതി സുപ്രീം കോടതി തന്നെ കൊണ്ടുവന്നതാണ്. യു ബ്രിങ് ദ ഒറിജിനൽ സിറ്റുവേഷൻ ബാക്ക്. കൊലപാതക കേസോ കോൺസ്റ്റിറ്റ്യൂഷണൽ കേസോ മാത്രമേ സുപ്രീം കോടതിയിലേക്ക് പോകുള്ളൂ. കൊലപാതകത്തിൽ തന്നെ തൂക്ക് ശിക്ഷ ഉണ്ടെങ്കിൽ സുപ്രീം കോടതി പോകാം. അതർവൈസ് ഹൈക്കോർട്ട് ഈസ് ദ ഫൈനൽ തിങ്. ഹൈക്കോടതിയിൽ ഇരിക്കുന്ന ജഡ്ജിമാരല്ലേ നീ? വാട്ട് ഈസ് ഡിഫറൻസ് ബിറ്റ്വീൻ സുപ്രീം കോർട്ട് ആൻഡ് ഹൈക്കോർട്ട്? അവർക്കൊരല്പം സീനിയോറിറ്റി കൂടുതലുണ്ട്. സുപ്രീം കോടതിയിൽ ഇപ്പം നടക്കുന്ന നോക്ക്, ജീവിതകാലം മുഴുവൻ ഹൈക്കോടതിയിൽ ക്രിമിനൽ കേസുകൾ മാത്രം കൈകാര്യം ചെയ്ത ഒരാൾ. അദ്ദേഹം മജിസ്ട്രേറ്റ് ആയിരുന്നു, പിന്നെ സെഷൻ ജഡ്ജായി, പിന്നെ ഹൈക്കോടതി ജഡ്ജായി. എല്ലാം ക്രിമിനൽ മാറ്റേഴ്സ് നോക്കിയ ആളാണ്. സുപ്രീം കോടതിയിൽ കൊണ്ടുപോയിട്ട് പുള്ളിയുടെ മുമ്പിലേക്ക് IT ആക്ട് ലിസ്റ്റ് ചെയ്യും. ഈ മനുഷ്യൻ്റെ ഇത്ര തടിയുണ്ട് IT ആക്ടിന്. ഇതെന്ത് നോക്കി എന്ത് വിധി പറയാനാണ്? ഈസ് ഇറ്റ് നോട്ട് എ ഫോൾസ്?
ഇത് സുപ്രീം കോടതിയിൽ ഇപ്പോഴും നടക്കുന്നു. ഇത് ഞാൻ പറഞ്ഞതല്ല. നമ്മളുടെ മുകുൾ റോത്തഗി, ഇങ്ങനെ കപിൽ സിബൽ, പിന്നെ വേറെ രണ്ട് വക്കീലന്മാർ, ഐ ഡോണ്ട് റിമെമ്പർ ദം. ഈ 4 വക്കീലന്മാർ ചർച്ച ചെയ്തിട്ട് അവർ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ പോയിന്റ്. ഇങ്ങർക്ക് എക്സ്പെർട്ടീസ് ഇല്ലെന്നേ. ഇന്നലെ വരെ വേലി കേസ്, സിവിൽ കേസുകൾ, അതിൻ്റെ കോംപ്ലിക്കേഷനൊക്കെ നോക്കിക്കൊണ്ടിരുന്നു. ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയിൽ ചിൽഡ്രൻ ഇൻ ദ വൂംബ്, ഗർഭത്തിലുള്ള കുട്ടികൾക്ക് അവകാശം എത്ര എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ കോംപ്ലിക്കേഷനൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ഒരു സിവിൽ മാറ്റേഴ്സ് നോക്കിക്കൊണ്ടിരുന്ന ജഡ്ജിനെ സുപ്രീം കോടതിയിൽ കൊണ്ടുപോയിട്ട് എൻവയൺമെൻറ്റൽ മാറ്റേഴ്സ്, ഫോറസ്റ്റ് ആക്ട്, സുപ്രീം ഫൈനൽ ജഡ്ജ്മെൻ്റ് ആണ് മനുഷ്യൻ്റെ. ആൻഡ് ഹി ഹാസ് നോ എക്സ്പെർട്ടീസ് ഇൻ ദാറ്റ്. അങ്ങേരെന്താ ചെയ്യുക? അമിക്കസ് ക്യൂറിയ വയ്ക്കും, അല്ലെങ്കിൽ വാദിയുടെയും പ്രതിയുടെയും വക്കീലിനോട് പറയും എഡ്യൂക്കേറ്റ് മീ. ഒരാൾ ഇപ്പുറത്ത് എഡ്യൂക്കേറ്റ് ചെയ്യും, ഒരാൾ കൗണ്ടറായിട്ട് എഡ്യൂക്കേറ്റ് ചെയ്യും. എന്ത് ചെയ്യും ഈ മനുഷ്യൻ? ദിസ് ഈസ് ദ സിറ്റുവേഷൻ സുപ്രീം കോടതി. ഇതിനൊന്നും ഒരു പരിഹാരം കൊടുക്കാതെ അവർ ചെയ്യുന്നത് പ്രശ്നങ്ങൾ അവരുടെ ബെഞ്ചിൽ വരാതിരിക്കുക, അതിനു വേണ്ടിയിട്ട് ലോവർ കോർട്ടിനെ വരട്ടുക, ഹൈക്കോടതിയോ വരട്ടുക. നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനില്ലേ, നിങ്ങൾക്ക് ജാമ്യം കൊടുത്താൽ എന്തായിരുന്നു? ഞാൻ ആദ്യമായിട്ടാണ് ഈ ജാമ്യം നിഷേധിച്ചു എന്നുള്ള പേരിൽ ലോവർ കോർട്ടിനെ സുപ്രീം കോടതി ശകാരിക്കുന്നൊരവസ്ഥ കാണുന്നു. ഇറ്റ് ഈസ് ദെയർ ജഡ്ജ്മെൻറ്റ്. അവരുടെ നോട്ടത്തിൽ ഈ കേസിന് ജാമ്യം കൊടുക്കേണ്ട കാര്യമില്ല. സുപ്രീം കോടതി അതിൻ്റെ മെറിറ്റിലേക്ക് പോകേണ്ട കാര്യം എന്താ? സുപ്രീം കോടതി പറഞ്ഞാൽ മതി, ദേ കൺകറൻറ്റ് ജഡ്ജ്മെൻ്റ് ഉണ്ട് നിങ്ങൾക്കെതിരെ ജാമ്യം നിഷേധിച്ചുകൊണ്ട്, ഞങ്ങൾ ഇതിൻ്റെ മെറിറ്റിലേക്ക് പോകുന്നില്ല, ഡിസ്മിസ്ഡ്. ഇത്രയും സുപ്രീം കോടതി ചെയ്യേണ്ടതുള്ളൂ. അതിന് പകരം നിങ്ങൾ മെറിറ്റിലേക്ക് പോകുന്നു, എന്നിട്ട് അവരെ വഴക്ക് പറയുന്നു, താഴെയുള്ള ജഡ്ജിമാരെ. സം സോർട്ട് ഓഫ് ത്രെട്ടനിങ് ദ ഉള്ളതായിട്ട് ഭാവിക്കുകയാണ്. അതെ, എനിക്ക് നേരിട്ടറിയാം. നമ്മളുടെ ജസ്റ്റിസ് കാഡ്യൂ ഉണ്ടല്ലോ, ഒരാളുടെ, കേരളത്തിലെ ഒരു മനുഷ്യൻ്റെയാണ് ജീവപര്യന്തം തടവ് ആണ് അയാൾക്ക് കൊടുത്തിരിക്കുന്നത്. ജീവപര്യന്തം തടവിൻ്റെ അപ്പീലുമായിട്ട് അയാൾ സുപ്രീം കോടതിയിലെത്തി. കാഡ്യൂ എതിർത്ത് നോക്കിയിട്ട് പറഞ്ഞു, आप लोअर कोर्ट में हार गए, हाई कोर्ट में हार गए और हमारा टाइम बर्बाद करने के लिए यहाँ आए हैं, डिसमिस्ड. കൺകറൻറ്റ് ജഡ്ജ്മെൻ്റ് ഉണ്ട്. ലോവർ കോർട്ടും ഹൈക്കോർട്ടും നിങ്ങൾ ശിക്ഷിച്ചു, പിന്നെ ഞാൻ എന്ത് മെറിറ്റ് നോക്കാനാണ്? എടുത്തുകൊണ്ട് പോടും. ആ വക്കീൽ എന്നോട് സങ്കടം പറഞ്ഞു, മോഹൻദാസ് 1,00,000 രൂപ ഞാൻ ഫീസ് മേടിച്ചതാണ്, അയാൾ ഇവിടുന്ന് തപ്പിപ്പറക്കി കൊണ്ടുവന്നതാണ്. 1 സെക്കൻഡ് വാദിക്കാൻ എനിക്ക് സമയം തരണമില്ല. കാഡ്യൂ ചെയ്തില്ല. ഈ മഹാഭാവം ഞാൻ കണ്ടുകൊണ്ടിരിക്കും, ഞാനെന്ത് ചെയ്യുന്നത്? ഡിസ്മിസ്ഡ്, കഴിഞ്ഞു. ഇത് വേണമെങ്കിൽ ഇവർക്ക് ഡിസ്മിസ് ചെയ്യാം. ഇനി അവർക്ക് ബെയിൽ കൊടുക്കണമെന്ന് വെച്ചോ, ബെയിൽ കൊടുക്കാനുള്ള ന്യായം എഴുതി ഒരു പാരഗ്രാഫ് എഴുതിയിട്ട് ബെയിൽ കൊടുക്കുക. വൈ ബ്ലെയിം ദ ലോവർ ജുഡീഷ്യറി? മൊത്തം ഹൈക്കോടതികളെയും സെഷൻസ് കോടതി, മജിസ്ട്രേറ്റ് കോടതി, ഇവരുടെയൊക്കെ ക്രെഡിബിലിറ്റിയാണ് സുപ്രീം കോടതി ഇത്തരം കാര്യങ്ങളിൽ കളയുന്നത്. അവരാരും നിയമം പഠിച്ചവരല്ലേ? വാട്ട് ഈസ് ദിസ്? ഇപ്പോൾ പറയുന്നു അറസ്റ്റ് ചെയ്യുന്ന ആളിന് ന്യായം എഴുതി കൊടുക്കണം. ഇതാദ്യം വന്നത് PMLA ആക്ടിലാണ്. ഇതും എനിക്ക് സംശയമുണ്ട്, വെദർ ദ കേസസ് ഓഫ് PMLA ആണെങ്കിൽ ഇറ്റ്സ് എൻറ്റയർലി ഡിഫറെൻറ്റ് പെഡസ്റ്റൽ. നമ്മൾ ഈ പറഞ്ഞ സംസാരിച്ചത് തന്നെ അപ്രസക്തമായി അങ്ങനെ കാണുന്നില്ല. കേസ് ഫാക്ട് ഓഫ് ദ കേസ് പറയുന്നില്ല, കേസ് ഏതാണെന്ന് പറയുന്നില്ല. PMLA ആക്ടിൽ നേരത്തെ മുതൽ ഈ പരിപാടി ഉണ്ട്. കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തപ്പോഴല്ലേ, കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാനുള്ള കാരണങ്ങൾ എഴുതി കേജ്രിവാളിൻ്റെ ഭാര്യയ്ക്ക് അവരുടെ ഒപ്പ് വാങ്ങി, ഇത് കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെയാണ് കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നത്. PMLA പ്രൊസീജിയർ അങ്ങനെയാണ്. ബട്ട് സാധാരണ ക്രിമിനൽ കേസിൽ ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ഇഫ് ഇറ്റ് ഈസ് ആൻ ഓർഡിനറി ക്രിമിനൽ കേസ്. ഞാനൊരു സീരിയസ് ട്രബിൾ. ചേട്ടൻ പറഞ്ഞ ഞാൻ അംഗീകരിച്ചു. പക്ഷേ പോലീസ് ഇപ്പോൾ ഈ അധികാര ദുർവിനിയോഗം നടത്തുന്നു എന്നുള്ള ആക്ഷേപം പൊതുവിലുണ്ട്, പലയിടത്തും ഉണ്ട്. അത് ഒഴിവാക്കാനായിട്ട് നല്ലതല്ലേ ഇത്? ഒരു സേഫ്റ്റി വാൽവ് പോലെ അല്ല. ഞാൻ പറയട്ടെ, ഇതിലൊരു ബാലൻസ് വേണം. പോലീസ് അധികാര ദുർവിനിയോഗം ഇന്നല്ല, പോലീസ് ഉണ്ടായ കാലം മുതൽ അധികാര ദുർവിനിയോഗമുണ്ട്. ബട്ട് അധികാര ദുർവിനിയോഗത്തിൻ്റെ പേരിൽ നിങ്ങൾ നിയമം ഇളവ് ചെയ്യുകയല്ല വേണ്ടത്. അധികാര ദുർവിനിയോഗം നടത്തിയ പോലീസുകാരെ മാതൃകാപരമായിട്ട് ഇമ്മീഡിയറ്റ് ശിക്ഷിക്കണം. കണ്ടിൻജൻറ്റ് പണിഷ്മെൻ്റ് എന്ന് പറയുന്നതിന് ഇമ്മീഡിയറ്റ് ആളുകൾക്ക് കാണത്തക്ക രീതിയിൽ 10 വർഷം കഴിഞ്ഞിട്ട് ഇയാളുടെ ഒരു ഇൻക്രിമെൻ്റ് കട്ട് ചെയ്താൽ പോരാ, ഒരു കാര്യമില്ല. അത് അന്ന് തന്നെ ചെയ്യണം. കണ്ടിൻജൻറ്റ് റിവാർഡ് ആൻഡ് കണ്ടിൻജൻറ്റ് പണിഷ്മെൻറ്റ്, ഇതാണ് ഒരു അഡ്മിനിസ്ട്രേഷനിൽ സക്സസ്ഫുള്ളായിട്ട് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുന്നത്. എന്ത് കാര്യവും പെട്ടെന്ന് ചെയ്യണം. അപ്പോൾ ശിക്ഷ അല്പം കുറവാണെങ്കിലും നെക്സ്റ്റ് ഡേ നിങ്ങൾ കൊടുക്കുകയാണെന്ന് വെച്ചോ, ശിക്ഷിച്ചു അവനെ,
എന്നാലും പോരാ, ഇത്രയാണോ ശിക്ഷ? എന്ത് വാങ്ങിക്കോട്ടെ, ഒരു ആക്ഷൻ എടുത്തല്ല, feel ജനങ്ങൾക്ക് ഉണ്ടാവും. മെസ്സേജ് ദർ ഈസ് സംബഡി ഹു വിൽ ക്വസ്റ്റ്യൻ ദിസ് മിസ്ഡീഡ്സ്. ഇപ്പം അങ്ങനെയില്ല. പോലീസ് കംപ്ലയിൻ്റ് അതോറിറ്റി, പിന്നെ നമ്മളെ സാധാരണ മജിസ്ട്രേറ്റ് കോടതി. ഇതാണ് പോലീസ് നമ്മളെ ഹരാസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ റെമഡി എന്താ? പോലീസ് കംപ്ലയിൻ്റ് അതോറിറ്റിക്ക് പരാതി കൊടുക്കുക. നമ്പർ 2, സാധാരണ ക്രിമിനൽ കേസ് പോലെ മജിസ്ട്രേറ്റ് കോടതിയിൽ പോവുക. പോലീസിൻ്റെ മേലധികാരിക്ക് പരാതി കൊടുക്കുക, 15 ദിവസം വെയിറ്റ് ചെയ്യുക, അങ്ങേരെ ആക്ഷൻ എടുത്തില്ലെങ്കിൽ മജിസ്ട്രേറ്റ് കോടതിയിൽ പോവുക. ഇതാണ് നമുക്കുള്ള റെമഡി. അതുവരെ പോലീസുകാരനൊന്നും സംഭവിക്കുന്നില്ല. പക്ഷേ എന്തായാലും എനിക്ക് ചില കാര്യങ്ങളിൽ ചേട്ടൻ പറഞ്ഞതിനോട് അഭിപ്രായ വ്യത്യാസമുണ്ട്. കാരണം ഒരാളെ അറസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരാൾക്ക് താൻ എന്തിന് അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്നറിയാനുള്ള അവകാശമുണ്ട്. ചുമ്മാ ഒന്ന് വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോയി അറസ്റ്റ് ചെയ്യുന്നൊരു സാഹചര്യം ഒഴിവാക്കപ്പെടേണ്ടതാണ്. എൻ്റെ ഭർത്താവിനെയോ ഭാര്യയോ മകനെയോ അല്ലെങ്കിൽ ഒരാളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ എന്തിനാണ് കൊണ്ടുപോകുന്നതെന്ന് തൊട്ടടുത്ത ഏറ്റവും അടുത്ത ഒരാൾക്ക് അറിയേണ്ടെന്ന് സാഹചര്യം. കേരളത്തിൽ ഇങ്ങനെ എന്തിനാണ് എന്നറിഞ്ഞുകൂടാതെ അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുകളുടെ എണ്ണം എത്രയുണ്ട്? അതാണ് ഞാൻ പറഞ്ഞത്, ഇതിനൊരു ബാലൻസ് വേണം. ഈ പറഞ്ഞ സാധനങ്ങളുണ്ടാവാം, ഒന്നോ ഒറ്റയൊക്കെ ഉണ്ടാവാം. ബാക്കിയുള്ള എല്ലാവർക്കും അറിയാം എന്തിനാണ് എന്നെ അറസ്റ്റ് ചെയ്തത്, നന്നായിട്ടറിയാം. റിമാൻഡ് റിപ്പോർട്ടുണ്ട്. വിത്തിൻ 24 hours കോടതിയിൽ ഹാജരാക്കണമല്ലോ. റിമാൻഡ് വേണമെങ്കിൽ റിമാൻഡ് റിപ്പോർട്ട് കൊടുക്കുമല്ലോ. അതിനകത്ത് ഈ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. റിമാൻഡ് റിപ്പോർട്ട് പബ്ലിക് ഡോക്യുമെൻ്റ് ആണല്ലോ, പ്രതിഭാഗത്തിന് അത് കിട്ടുന്നുണ്ടല്ലോ. എത്രയോ പേര് ഇതൊക്കെ ഫൈറ്റ് ചെയ്യുന്നു. ഇതൊന്നും സുപ്രീം കോടതിക്ക് അറിയില്ലേ? സുപ്രീം കോടതിക്ക് അറിയാം. അവർക്ക് വേണ്ടത് ഫ്രം ദിസ് ഓർഡർ വാട്ട് ഐ പ്രിസ്യൂം ഈസ് ബെയിൽ ആപ്ലിക്കേഷൻസ് അവരുടെ ബെഞ്ചിൽ വരരുത്. അതാ പിന്നെ അവർ ഓപ്പണായിട്ടൊക്കെ പറഞ്ഞാൽ പോരെ? അല്ല, ഓൾറെഡി അത് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇങ്ങോട്ട് താഴത്തെ കോടതികൾ അവർ പറഞ്ഞു, ആസ് ഫാർ ആസ് പോസിബിൾ യു ഗിവ് ബെയിൽ. എന്നിട്ടും രക്ഷയില്ലെങ്കിൽ മാത്രം, വളരെ ഹൈനസ് ക്രൈം ആണെങ്കിൽ മാത്രമൊക്കെ ഞങ്ങളുടെ ബെഞ്ചിൽ വരാവുള്ളൂ എന്ന് ഓൾറെഡി ജഡ്ജ്മെൻ്റ് ഉണ്ട്. 2 ജഡ്ജ്മെൻ്റ് ഉണ്ട്. ഒന്ന് ഞാൻ ഈ പറഞ്ഞ സംഭവം, ഒന്ന് അതിന് തൊട്ട് മുമ്പുള്ള കുറേ കൂടി ഡീറ്റെയിൽ ആയിട്ട് ഈ കാര്യം എഴുതിയ ജഡ്ജ്മെൻ്റ് ഉണ്ട്. ബെയിൽ ഈസ് റൈറ്റ് എന്നാണ് സുപ്രീം കോടതി പറയുന്നത്. ബെയിൽ ഈസ് റൈറ്റ് എന്ന് പറഞ്ഞാൽ ഒറ്റ ജഡ്ജേ ഉള്ളൂ, അത് വി ആർ കൃഷ്ണയ്യര. ഈസ് ദ അൾട്ടിമേറ്റ് അതോറിറ്റി ഇൻ ഇന്ത്യ. അതാണ് ഇപ്പോൾ എല്ലാവരും അങ്ങനെ ബെയിൽ ഈസ് റൈറ്റ് എന്ന് പറഞ്ഞു. ആ മനുഷ്യൻ ചെയ്തൊരു കാര്യം അറിയാമോ? വി ആർ കൃഷ്ണയ്യർ സകല ഈ ഡെത്ത് പെനാൽറ്റി ജഡ്ജ്മെൻറ്റ് ഹൈക്കോടതിയുടെ എടുത്ത് സുപ്രീം കോടതിയുടെ എടുത്ത് നോക്കുക, അതിലെല്ലാം വി ആർ കൃഷ്ണയ്യർ ഒരു ജഡ്ജ്മെൻറ്റ് അവർ റെഫർ ചെയ്യും. ആ വി ആർ കൃഷ്ണയ്യരുടെ ജഡ്ജ്മെൻറ്റ് എന്താണെന്നറിയാമോ? സുപ്രീം കോടതിയുടെ വരാന്തയിൽ വെച്ചിട്ട് ഒരു അപ്പീൽ ഡിസ്മിസ് ചെയ്തതിൻ്റെ ജഡ്ജ്മെൻറ്റാണ്. ഒറ്റ പാരഗ്രാഫ് ഓക്സ്ഫോർഡ് ഇംഗ്ലീഷിൽ. ഹരിയാനയിൽ ഒരു മനുഷ്യൻ ലോക നന്മയ്ക്ക് വേണ്ടി ഒരു യജ്ഞം നടത്തുന്നു. ആ യജ്ഞം അപ്പോൾ ആളുകളൊക്കെ കൂടി ഫ്രൻസി ഉണ്ടല്ലോ, ഹര ഹര മഹാദേവ് എന്നൊക്കെ വിളിക്കുന്ന പോലെ അവരുടെ ഏതോ ദൈവത്തേക്ക് ഹിന്ദുവാണ്. അതിങ്ങനെ ദൈവത്തേക്ക് വിളിച്ച് ഇതിൻ്റെ മൂർധന്യാവസ്ഥയിൽ ഇയാൾ 10 വയസ്സുള്ള ഇയാളുടെ മകനെ ബലി കൊടുക്കുന്നു. എല്ലാവരും കാണില്ല. ഇയാൾക്ക് വധശിക്ഷ. ലോവർ കോർട്ടിൽ, സെഷൻസ് കോർട്ടിൽ വധശിക്ഷ, പഞ്ചാബ് ഹൈക്കോടതിയിൽ വധശിക്ഷ. ഇയാൾ സുപ്രീം കോടതിയിൽ വരുന്നു. സുപ്രീം കോടതി ഇത് കേൾക്കുന്നില്ല. ജസ്റ്റ് കേസ് വായിച്ച് നോക്കിയിട്ട് ഇൻ ലിമിനി വി ആർ കൃഷ്ണയ്യർ ഡിസ്മിസ് ചെയ്തു ആ കേസ്. ഇത്ര മൃഗീയമായൊരു കൊലപാതകം ഇല്ല, മറ്റതില്ല, മറിച്ചില്ല, ഇത് കേൾക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പാരഗ്രാഫ്. ആൻഡ് ദാറ്റ് പാരഗ്രാഫ് ഈസ് ബീയിങ് കോട്ടഡ് ബൈ എവറി ജഡ്ജ് ഇൻ സുപ്രീം കോർട്ട് ഇൻ എവറി ഡെത്ത് പെനാൽറ്റി കേസ്. ഞാനിത് അന്വേഷിച്ച് ഇതിൻ്റെ ഒറിജിനൽ കാണുന്നില്ല. അത് കഴിഞ്ഞ് പഴയ ഒരു വക്കീലാണ് എന്നോട് പറഞ്ഞു, മോഹൻദാസ് ഇത് കിടന്ന് അന്വേഷിക്കാതെ അത് കിട്ടില്ല. ഇറ്റ് വാസ് ആൻ ഓർഡർ, ഇറ്റ് വാസ് നോട്ട് എ ജഡ്ജ്മെൻറ്റ്. ജഡ്ജ്മെൻ്റ് ആണെങ്കിൽ റിപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓർഡർ എങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നത്? ഓർഡർ ഒരു ഇൻ്ററിം സാധനമായിട്ട് നിൽക്കുകയല്ലേ. അതുകൊണ്ട് അതിൻ്റെ റെഫറൻസ് ഇല്ല. ആകെ ആദ്യത്തെ ഏതോ ബച്ചൻ സിംഗ് വേഴ്സസ് യൂണിയൻ ഓഫ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ്, ആ കേസിലാണ് ആദ്യമായിട്ടൊരു ജഡ്ജി ഇത് കോട്ട് ചെയ്യുന്നത്. അത് പിന്നെ എല്ലാവരും ഇങ്ങനെ കോട്ട് ചെയ്ത് പോകുന്നു. ഇത് അതേസമയം വി ആർ കൃഷ്ണയ്യർ വാക്കിംഗ് ജസ്റ്റിസാണ്, നടക്കുന്ന നിയമം. മനുഷ്യാവകാശത്തിൻ്റെ മൂർധന്യത്തിൽ നിൽക്കുന്ന ആൾ ഒരു തൂക്കിക്കൊലക്കേസിൽ കേസ് കേൾക്കാൻ പോലും സമ്മതിക്കാതെ ഇൻ ലിമിനി ഡിസ്മിസ് ചെയ്ത മാന്യനാണ് കൃഷ്ണയ്യർ. ആ കൃഷ്ണയ്യരാണ് ബെയിൽ ഈസ് റൈറ്റ്, ജയിൽ ഈസ് എക്സെപ്ഷൻ എന്ന് തിരിച്ച് അങ്ങേ എക്സ്ട്രീമിൽ പോയത്. അദ്ദേഹത്തിൻ്റെ ആരോ വന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടാക്കിയൊരു പ്രിൻസിപ്പിൾ. അപ്പോൾ അത് യൂണിവേഴ്സൽ പ്രിൻസിപ്പിളാക്കി മാറ്റി ഇപ്പോഴത്തെ ജഡ്ജിമാർ. ഇതിൻ്റെ കാര്യം ഇത്രയേ ഉള്ളൂ, ബെയിൽ ആപ്ലിക്കേഷൻ അവരുടെ മുമ്പിൽ വരാൻ അവർക്ക് മതിയായി.
ദേ ആർ ഫെഡപ്പ് വിത്ത് ബെയിൽ ആപ്ലിക്കേഷൻ. ഐ എഗ്രി. ഞാൻ ആകെ പറയുന്നത് ഈ ബെയിൽ ആപ്ലിക്കേഷൻ അൺലെസ് ഇറ്റ് ഈസ് എ ഡെത്ത് പെനാലിറ്റി ഓർ ഈ രാജ്യത്തിനെതിരെയുള്ള രാജ്യദ്രോഹ ഇതുപോലെയൊക്കെയുള്ള സീരിയസ് ക്രൈം അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രശ്നങ്ങളുള്ളത്, ഇതല്ലാതെ ഉള്ളത് ഹൈക്കോടതി ഈസ് ദ ഫൈനൽ അതോറിറ്റി എന്നെങ്കിലും. ഹൈക്കോടതിക്ക് റൂൾസ് ഉണ്ട്, സുപ്രീം കോടതി റൂൾസ് ഉണ്ട്. ആ റൂൾസിൽ ഇത് ഫിറ്റ് ചെയ്താൽ മതി. സുപ്രീം കോടതിയിലേക്ക് ആവശ്യമില്ല. വരണ്ടെന്ന് പറയുക. അറ്റ്ലീസ്റ്റ് യു ടേക്ക് എ പെർമിഷൻ ഫ്രം ഹൈക്കോടതി എന്ന് പറയുക. ഹൈക്കോടതി ഇരിക്കുന്ന ജഡ്ജി പറയും ഒരു പെർമിഷനും ഇല്ല, തനിക്ക് ജാമ്യം തരുന്നില്ല, കഴിഞ്ഞു. ഹി വിൽ അസർട്ട് ഹിസ് റൈറ്റ്. ഹൈക്കോടതിക്ക് പവറില്ലാന്ന് സുപ്രീം കോടതി ധരിക്കുന്ന ഒരു അവസ്ഥ ആലോചിച്ച് നോക്കി. ഇതിനു മുമ്പുള്ള സുപ്രീം കോടതി ജഡ്ജിമാരെല്ലാം പറഞ്ഞത് ഞങ്ങൾക്കുള്ളതിനേക്കാൾ കൂടുതൽ അധികാരം ആർട്ടിക്കിൾ 226 വെച്ച് ഹൈക്കോടതി ജഡ്ജിനുണ്ട് എന്നാണ്. അത്രയും അധികാരമൊന്നും സുപ്രീം കോടതിക്കില്ല. സുപ്രീം കോടതിക്ക് ആർട്ടിക്കിൾ 142 ഉള്ളൂ. അത് വെച്ചിട്ട് അവരെഴുതുന്ന ജഡ്ജ്മെൻറ്റ് ബിക്കംസ് എ ലോ. ഇവർക്ക് അങ്ങനെയല്ല. ആർട്ടിക്കിൾ 226 പാരാവാരം പോലെ കേരളത്തിൻ്റെ ഓരോ ഇഞ്ചും എന്ത് കാര്യത്തിലും സിയോമോട്ടോ ഹൈക്കോടതിക്ക് ഇടപെടാം. സുപ്രീം കോടതിക്ക് അങ്ങനെയൊന്നും പറ്റില്ല. ഒരു വെല്ലുവിളി കേസിലൊന്നും നോട്ടീസ് അയക്കാൻ പറ്റില്ല. അപ്പോൾ ബാക്കി ജഡ്ജിമാരൊക്കെ ഈ സ്പിരിറ്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ മനസ്സിലാക്കിയിട്ട് ഹൈക്കോർട്ടിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയവരാണ്. ഇപ്പോൾ സുപ്രീം കോർട്ട് ഫീൽസ് ദാറ്റ് ഹൈക്കോർട്ട് ഞങ്ങളുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന ക്ലാർക്കുമാരാണ് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഏതായാലും ഇപ്പോൾ പുതിയ ഐ ഡോണ്ട് നോ ഇഫ് യു പുട്ട് മോർ ഹർഡിൽസ് യു ആർ എൻകറേജിങ് ക്രൈം ഇൻ ഇന്ത്യ. പോലീസിൻ്റെ കൈ കെട്ടുകയാണ്. പോലീസിൻ്റെ കൈ ഇപ്പോഴും കെട്ടുന്നില്ല. അതല്ലേ ഞാൻ പറഞ്ഞ്. ഈ അറസ്റ്റ് രേഖപ്പെടുത്തുമ്പോഴേ അറസ്റ്റ് ആകുന്നുള്ളൂ. അറസ്റ്റ് രേഖപ്പെടുത്താതിരുന്നാൽ എന്ത് ചെയ്യും? ദാറ്റ് ഈസ് വാട്ട് ദ പോലീസ് ഡസ്. പോലീസിന് ഈ പരിപാടി അറിയാം. അത് കൂടും. ഇനി അത് കൂടും. കസ്റ്റഡിയിൽ വയ്ക്കും, അറസ്റ്റ് ചെയ്യില്ല. കസ്റ്റഡിയിൽ വയ്ക്കുക. ആരെങ്കിലും അന്വേഷണം ഉണ്ട്, ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്, പോലീസ് ക്ലബിലുണ്ട്. എത്രയോ മാന്യന്മാർ, പ്രത്യേകിച്ച് ഹൈ റാങ്കിങ് ഒഫീഷ്യൽസിനെ സമൂഹത്തിൽ വലിയ മാന്യന്മാർ, സിനിമാ നടന്മാർ, ഇവരെയൊക്കെ അറസ്റ്റ് ചെയ്യില്ല. പോലീസ് ക്ലബ്ബിൽ കൊണ്ടുപോകും. എല്ലാ ഭക്ഷണവും സംഗതിയൊക്കെ കൊടുക്കും. അറസ്റ്റ് പിന്നെ 3-ാം ദിവസമൊക്കെ ആയിരിക്കും രേഖപ്പെടുത്തുക. അവിടെ നിന്ന് പിന്നെ 24 hours മജിസ്ട്രേറ്റ് മുമ്പിൽ ഹാജരാക്കിയാൽ മതി. അതുവരെ ഈ മനുഷ്യന് ഈ ടോർച്ചർ സഹിക്കണം. ഇഫ് ദാറ്റ് ഈസ് എൻജോയബിൾ ഫോർ സുപ്രീം കോർട്ട്, വെൽ ഐ ഹാവ് നത്തിങ് ടു സേ. ഏതായാലും ഇതിൻ്റെ പോസിറ്റീവ് വശമാണ് ആലോചിച്ചത്. ടി പറഞ്ഞപ്പോഴാണ് ഇതിൻ്റെ ഒരു ഭീകരാവസ്ഥ മനസ്സിലായത്. എനിക്കിത് മനസ്സിലാവാഞ്ഞിട്ടല്ല. പോലീസ് അധികാരം ദുരുപയോഗം ചെയ്യുന്നു. പോലീസ് എൻ്റെ നേർക്കത് ചെയ്തിട്ടുണ്ട്. ഞാൻ പോലീസിനെതിരെ കേസ് കൊടുത്തവനാണ്. കേസ് കൊടുത്ത് കോമ്പൻസേഷൻ മേടിച്ച് ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽ ചെയ്തവനാണ് ഞാൻ. എനിക്കറിയാം പോലീസിൻ്റെ സ്വഭാവം, നാക്കെടുത്താൽ തെറി വിളിക്കുന്ന സ്വഭാവം, ഇതൊക്കെ എനിക്കറിയാം. ബട്ട് ദെൻ ഉത്തരവാദിത്തമുള്ളൊരു പൗരനും കൂടെയാണ് ഞാൻ. എന്നോട് 3 പോലീസുകാർ വൃത്തികേട് കാണിച്ചു അല്ലെങ്കിൽ പെരുമാറി എന്ന് വിചാരിച്ചിട്ട് ലോകത്തെ മുഴുവൻ പാടില്ല. കാണാൻ പാടില്ല. ഞാൻ എന്നോട് തെറ്റ് ചെയ്തു, ഞാനതിന് തിരിച്ചും ചെയ്തു, ഞാൻ മൂക്കുകൊണ്ട് ഇക്ഷ വരപ്പിച്ചോ ഒക്കെ ചെയ്തു. ദാറ്റ് ഈസ് അനദർ തിങ്. ആ ഒരു ഇൻസിഡൻറ്റ് വെച്ചിട്ട് ഞാൻ പോലീസിനെ വിലയിരുത്താൻ തയ്യാറില്ല. ഐ സ്റ്റിൽ ഫീൽ ദാറ്റ് കേരള പോലീസ്, എസ്പെഷ്യലി കേരള പോലീസ്, വൺ ഓഫ് ദ എഫിഷ്യൻറ്റ് ഫോഴ്സസ് ഇന്ത്യയാണ്. ഒരു തർക്കമില്ല. നമ്മുടെ എല്ലാ അഭിപ്രായം പൊളിറ്റിക്കൽ ഇത് വെച്ചിട്ട് അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇത് തമിഴ്നാട് പോലീസ് ക്യൂ ബ്രാഞ്ചിലെ ഒരു ഉദ്യോഗസ്ഥൻ എന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുന്നു, ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ അബ്ദുൽ നാസർ മദനിയെ അറസ്റ്റ് ചെയ്തില്ല. അയാൾ പറഞ്ഞു, നോ, ഞങ്ങളല്ല, കേരള പോലീസ് കോഴിക്കോട് ടൗൺ CI AV ജോർജാണ് അബ്ദുൽ നാസർ മദനിയെ അറസ്റ്റ് ചെയ്തിട്ട് ഞങ്ങൾക്ക് കൈമാറിയത്. ഡോണ്ട് തിങ്ക് ദാറ്റ് യുവർ ഓഫീസേഴ്സ് ആർ ഫൂൾസ്. പൊളിറ്റിക്കലി അവരെ ഒന്നും ചെയ്യാൻ സമ്മതിക്കുന്നില്ല. ഞാനെങ്കിലും ഇത് സമ്മതിക്കണ്ടേ? ഞാനല്ല, അവരാണ് ചെയ്തത്. അവർ കേരള പോലീസാണ് അറസ്റ്റ് ചെയ്തത്. അറസ്റ്റ് ചെയ്തിട്ട് പിന്നെ ഹാൻഡ് ഓവർ ചെയ്തു. പിന്നെ അവർ ഹീറോയായി. തമിഴ്നാട് ക്യൂ ബ്രാഞ്ച് കൊണ്ടുപോയി വലിയ ആഘോഷമായിട്ടൊക്കെ. ബട്ട് ദ ഡീഡ് വാസ് ഡൺ ബൈ കേരള പോലീസ്. ഇങ്ങനത്തെ ഓഫീസർമാരുണ്ട്. AV ജോർജിനെ പിന്നെ നരകദുരിതത്തിലാക്കി കേട്ടോ. ഇവിടെ കണ്ട് വരാപ്പുഴയിൽ ഒരു പയ്യൻ മരിച്ചു എന്ന് മനസ്സാ വാച അങ്ങനെ അറിയാത്ത കാര്യമാണ്. ജോർജ് അറിയാത്ത കാര്യമാണ്. ഓഫ് കോഴ്സ് ജോർജ് അവിടെ CI ആയിരുന്നു, DYSP മറ്റോ ആയിരുന്നു, SP ആയിരുന്നത് കൊണ്ട് വൈക്കേറിയസ് ലയബിലിറ്റി അങ്ങേരുടെ കീഴിലുള്ള ലോക്കപ്പിലാണ് നടന്നതെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വിഷമിപ്പിച്ചു ആ പാവത്തിന്. ഐ തിങ്ക് ഹീസ് റിട്ടയർഡ്. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളും ഉണ്ട്. ഇപ്പോൾ പോലീസിനെ നമ്മൾ ഒരു ടോട്ടൽ ഇതിൽ കാണാൻ ശ്രമിക്കുക. ഈ റെസ്പോൺസിബിളായിട്ട് പോലീസുകാരെല്ലാം തല്ലിപ്പുള്ളികളാണ്, അതുകൊണ്ട് അവർ എഴുതി കൊടുക്കാൻ പറ, ഒപ്പ് വാങ്ങാൻ പറ, കാർബൺ പേപ്പർ വയ്ക്ക്,
ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവരും വിചാരിക്കും ഞാനെന്തിനീ പണ്ടാരത്തിന് പോകുന്നു, അറസ്റ്റ് ചെയ്യാതിരുന്നതിന് ഞാൻ കഴിഞ്ഞില്ലേ. ഏതായാലും സുപ്രീം കോടതിയുടെ പുതിയ വിധി കൂടുതൽ ചർച്ചകൾക്ക് വഴിവെക്കട്ടെ. ഐ ഡോണ്ട് തിങ്ക് സോ. ഇതൊക്കെ ഒരു നരേറ്റീവിൻ്റെ ഭാഗമായിട്ട് പോകുന്നതാണ്. ഐ വണ്ടർ വൈ ടൈംസ് ഓഫ് ഇന്ത്യ മെയ്ഡ് ഇറ്റ് എ ഹെഡ്ലൈൻ ടുഡേ. അതുകൊണ്ടാണ് നമ്മളിത് ചർച്ച ചെയ്തത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.